ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോണ ഒരു വീഡിയോസ് ആണ് കേട്ടോ എടുക്കുന്നത്. എറണാകുളത്തേക്ക് എന്തിനാ പോണ നമ്മള്? ആന്റിനെ കാണാൻ. അപ്പൊ പോയി വരട്ടെ. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിലൊക്കെ കയറി ടിക്കറ്റ് എടുത്ത് റെഡി ആയിരിക്കുന്നതാണ്. പോകാനാവുന്നുണ്ട്. അപ്പോൾ കയറിയ സന്തോഷമാണ് ഈ കാണുന്നത്. കൊണ്ടാട്ടം പോകുന്നത് നുറുക്കോ കഴിക്കാം. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോരാന്ന് കണ്ടപ്പോൾ ആദ്യം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങി വേഗിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ എത്തിയോട് കൂടി ഓരോന്നെടുത്ത് കഴിക്കൽ തുടങ്ങിട്ടോ. പിന്നെ ഉറങ്ങുമെന്ന് വിചാരിച്ചു കണ്ടാണ് കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ആരും ഉറങ്ങിയിട്ടില്ല. അവിടെ ഇതുപോലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്നതാക്കുന്നത് ഞങ്ങൾ സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആലുവയാണ് ഇറങ്ങിയിട്ടുള്ളത്. ആലുവയിൽ നിന്ന് ഞങ്ങൾ ഇനി കാറിലാണ് കേട്ടോ പോണത്. കാറിൽ നമ്മൾ ഇവിടേക്കാണ് പോണത്. എറണാകുളത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി. ഇവിടെ വന്ന് നോക്കുമ്പോൾ താത്ത ഇവിടെ വെള്ളപ്പൊക്കെ ചൂടുന്നുണ്ട് കേട്ടോ. വെള്ളപ്പവും നൂൽപുട്ടൊക്കെ അവർക്ക് ഇങ്ങനെ ഓരോ കടകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ബിസിനസ്സാണ് കേട്ടോ. നൂൽപുട്ടും കമ്പനിയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എറണാകുളത്തൊക്കെ നൂൽപുട്ടൊക്കെ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നൂൽപുട്ടൊക്കെ ഇങ്ങനെ ചുടുന്നുണ്ട്. അവിടെ ആയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. വൈകുന്നേരത്തല്ല എത്തിയത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ
കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെരുപ്പിൻ്റെ കട ഉണ്ട് കേട്ടോ എറണാകുളത്ത്. അപ്പോൾ അങ്ങോട്ടാണ് പോന്നിട്ടുള്ളത്. ഇവിടെ നല്ല ഓഫറല്ല, ഇവിടെ ചെരുപ്പിൻ്റെ കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുണ്ട്, അതുപോലെ നമുക്ക് റേറ്റ് കുറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റില്ല, നമ്മളെ ഹൈ ക്വാളിറ്റിയിലെ ചെരുപ്പുകളാണ് കേട്ടോ ഈ വരുന്നത്. ഈ ടൈപ്പ് ചെരുപ്പിനൊക്കെ നമുക്ക് 150 ആ റേറ്റിലൊക്കെയാണ് അവർ കൊടുക്കുന്നത്. നല്ല പാകത്തെ റേറ്റിലാട്ടോ ചെരുപ്പുകളൊക്കെ കിട്ടുന്നത്. പിന്നെ ഷൂ ഉണ്ട്, അതുപോലെ തന്നെ ലേഡീസിന്, ജെൻസിന്, കിഡ്സിന് ഉള്ളതൊക്കെ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് അക്കുനും ഇങ്കുനും ഇവർക്ക് രണ്ടാക്കും ഒരു ഷൂ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കുന്ന സാധാരണ നോർമൽ നമ്മൾ വീട്ടിലിടുന്ന ടൈപ്പ് ചെരുപ്പിനൊക്കെ 80 രൂപ, 100 രൂപ. ഈ കാണുന്ന ചെരുപ്പുകൾക്കൊക്കെ 80 രൂപയ്ക്ക് കേട്ടോ റേറ്റ് വരുന്നത്. 80 രൂപേൻ്റെതുണ്ട്, 100 രൂപേൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ 80 രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഈ ഷൂകൾക്കൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് 500, 600, 700, 1000, 2000 അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. നമുക്ക് പാകത്തെ റേറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റേറ്റിൽ വരുന്നതും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 100 രൂപ കേട്ടോ ഈ ചെരുപ്പുകൾക്കൊക്കെ വരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തതാക്കണേ. ഇത് അവിടെ എടുത്ത് കുറേ അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. പോയാലുള്ളൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കായലും അതുപോലെ മീൻ പിടുത്തക്കാരും അതുപോലെ നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിൻ്റെ പേര് കടമക്കുടി എന്നാട്ടോ ഇങ്ങോട്ട് പറയുന്ന പേര്. അപ്പം ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ വെള്ളം ഒന്ന് കുറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. മറ്റേ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. നല്ല നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ ലുലു മാൾക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മാൾക്കാണ് കേട്ടോ, ലുലു മാൾക്കാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പോയിട്ട് കൊട്ടെടുത്തിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിങ്ങാണ്ട് പോരുവാണ്. അപ്പോൾ ഇതാക്കണ് ഇങ്കുവാണ് ട്രോളി ഉന്തണത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാക്കണ് കുട്ടികളെ സെക്ഷനാണ്, അവരെ പാർക്കാണ്. അപ്പോൾ അവരെ പാർക്കിലൊക്കെ ഒന്ന് കയറ്റി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോന്നും കാണുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുട്ടികളുടെ ഓരോരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാൻസി ഐറ്റംസ്ക്ക് പോയി നോക്കി. അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് കുട്ടികളുടെ ടോയ്സൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് വരുന്നില്ല മക്കൾ, അല്ല അവിടെ തന്നെ കളിക്കാനുണ്ടോ. ഒന്ന് വാങ്ങിത്തരുമോ ചോദിച്ച് നടക്കാറ്. ആ സമയം കൊണ്ട് ഇതാക്കണ് അക്ക് ഫുഡൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി വരികയാണ്. ഓൾമോസ്റ്റ് 200 പേരുടെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ബോഷ് ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഇന്നത്തെ ഡേ ഒരു ബോഷിന്റെ നടക്കുന്നുണ്ട്. അതായത് പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആവുകയാണ് കേട്ടോ. ബോഷ എന്ന് പറഞ്ഞിട്ടില്ല, അവൾക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഇതാക്കണം ബോഷാണ് പേര് വരുന്നത്. അപ്പോൾ അതിന്റെ ലോഞ്ചിങ് നടക്കാണ് കേട്ടോ. നമ്മളെ പ്രയാഗ മാർട്ടിനാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. സിനിമ നടി പ്രയാഗ മാർട്ടിനാണ്. അപ്പോൾ ആക്കണ് ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും അങ്ങോട്ട് നോക്കാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്താണ്. അപ്പം അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ പറഞ്ഞു.
അങ്ങനെ ബോഷ് എന്ന ബ്രാൻഡിൻ്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ട് മോൾക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് നാളെ നമ്മളിനി വീട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.